ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവാണ് മൈൻക്രാഫ്റ്റിൻ്റെ പോയിസണസ് പൊട്ടറ്റോ ആഡ് ഓൺ ബെഡ്റോക്ക് എഡീഷൻ്റെ. ഓക്കെ, ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ നമുക്ക് ഇന്ന് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഏപ്രിൽ ഫൂൾസിന് ഇറങ്ങിയതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോയിസണസ് പൊട്ടറ്റോ ആണ് താരം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മൊത്തം പൊട്ടറ്റോനെ കുറിച്ചാണ് ഗായ്സ്. ഇതിൻ്റെ ഇത് പകുതി നല്ല മൊത്തം പൊട്ടറ്റോ ആണ്. പിന്നെ അറിയാലോ, ആഡ് ഓൺ ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനി ബുക്കിൻ്റെ അകത്ത് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇതെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ കുറേ കത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ കത്തി. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി എടുക്കണം. ഇതിനൊക്കെ നല്ല പവറാണ് ഗൈസ്. ഓക്കെ, തൽക്കാലം സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം. ഞാൻ ഇവിടെ ഈ ചെസ്റ്റ് പരത്തിയിട്ടുണ്ട്, കാരണം ഇതിൻ്റെ നമുക്ക് പൊട്ടറ്റോ കിട്ടാൻ ചാൻസ് ഉണ്ട്. പൊട്ടറ്റോ നമുക്ക് അറിയാം, പോയിസണസ് പൊട്ടറ്റോ നമുക്ക് കൈ കിട്ടണമെങ്കിൽ നമ്മൾ നട്ട് തന്നെ എടുക്കണം. ഓക്കെ, ഇതിൻ്റെ പൊട്ടറ്റോ ഉണ്ട്, ഒരെണ്ണമേ ഉള്ളൂ, അത് മതി. ഓക്കെ, കുറച്ച് ഫുഡും കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഒന്ന് എടുത്തേക്കാം. ഓ, നന്നായി, പിക്കാക്സ് ഉണ്ടാക്കണ്ട. ഓക്കെ, സ്റ്റിക്ക് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാം നമുക്ക് ആവശ്യമില്ലാത്തൊന്നുമില്ല, എല്ലാം എടുത്തേക്കാം. ഓക്കെ, ഇനി ആ മൈൻക്രാഫ്റ്റിലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നത്. സ്റ്റോൺ ടൂൾസ് ആകുക, പറ്റുമെങ്കിൽ അയൺ ടൂൾസ് ആകുക, ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ കുറച്ച് മെലണുണ്ട്, അതും കൂടെ എടുത്തേക്കാം. ഓക്കെ, ഒരു ഹോ ഉണ്ടാക്കിയെടുത്തേക്കാം. ഹോയിൻ്റെ നമുക്ക് നല്ല ആവശ്യമുള്ള സാധനമാണ്. ബെഡ് ഒന്ന് കളർ ചെയ്യട്ടെ. ഈ വെള്ള കളർ കണ്ട് മടുത്ത്, അതുകൊണ്ടാണ്. ചുമല ബെഡാക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ രാവിലെ ബാക്കി പണി ചെയ്യാം. ഓക്കെ, അവിടെ എന്തോ ഒരു കേവ് പോലെ ഉണ്ടൊക്കെ ഉണ്ട്, പോയി നോക്കിയിട്ട് വരാം. കേവ് ആണോ? അല്ല, ഈ ചുമ്മാ ഒരു കിണർ പോലത്തെ സാധനം, കേവ് ഒന്നുമല്ല. ഓക്കെ, എന്നാലും ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ബേസിക് ടൂൾസ് എല്ലാം ഉണ്ടാക്കി. ഓക്കെ, ഒരു ഫർണസൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വേണം ഫുഡൊക്കെ വേണ്ട സ്മെൽറ്റ് എടുക്കാം. ഓക്കെ, അവിടെ ആട് നിൽപ്പുണ്ട്, നമുക്ക് അതിനെ പോയി കൊന്നിട്ട് വരാം. ആടില്ലേ, ആവശ്യം വരും. മിസ്സായി, ചെറുതായിട്ട് മിസ്സായി. അയ്യോ, ഒരു ഷോട്ട് ചെറുതായിട്ടും തല്ലാൻ നോക്കി, താഴോട്ട് നോക്കാൻ പറഞ്ഞു. നിൽക്കട, ഇവിടെ ആയകണുണ്ടോ? എന്നാൽ പിന്നെ അയൺ ടൂൾസ് ആകാമല്ലേ. ഓക്കെ, നമ്മുടെ ഫുഡെല്ലാം ഇവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അയൺ ഇടാം. അയൺ ടൂൾസ് റെഡി. നമുക്ക് ഫാം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു സ്ഥലം വേണം. ഞാൻ അതാ ഇപ്പോൾ തപ്പി നടക്കുന്നത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമായിട്ടൊക്കെ ഇങ്ങനെ ഫാം ഉണ്ടാക്കാമായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കാമല്ലേ. അതൊക്കെ ഒരു ബക്കറ്റ് അത്യാവശ്യമായിട്ട് വേണം. നമ്മളതിനുള്ള ആ ഒരു എന്താ പറയുക, ആ വെള്ളത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് ഒരിടത്ത് വെള്ളം എടുത്ത് കുഴിച്ച് എവിടെയെന്ന് വെച്ച് ഉണ്ടാക്കണം. നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഏരിയ വേണം, അവിടെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അറിയാമല്ലോ, പോയിസണസ് പൊട്ടാറ്റോ കിട്ടാൻ ഭയങ്കര പാടാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ് നമ്മുടെ ഹോ എടുത്തിട്ട് നമ്മുടെ പരിപാടിയെല്ലാം അങ്ങ് തുടങ്ങിയേക്കാം. ഇത് മിക്കവാറും കുറേ നേരം എടുക്കും. ഓക്കെ, ഞാൻ കുറേ നേരമായിട്ടിരുന്ന് ഫാമിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതേ
ഒന്നുകൂടെ നേരം വെളുക്കാറായി. നേരം വെളുക്കാറില്ല, രാത്രിയായി. ഓക്കെ കടന്നുറങ്ങി. പിന്നെ രാവിലെ ഇനിത് ഇതാരാടി ഇത്? എനിക്ക് ഒരുത്തനെ കിട്ടി. ഓക്കെ ഇതേതോ ഒരു പൊട്ടറ്റോ ഗോളമാണെന്ന് തോന്നുന്നു. പോയിസണസ് പൊട്ടറ്റോ ഗോളം. ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്തേക്കാം ഗൈസ്. എന്നതാണ് എവിടെ നിന്നൊക്കെ ചാടി വരുന്നത്? ഓക്കെ എല്ലാം മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവന്മാരെ പോലത്തെ 2 പേരും കൂടെ പിന്നെയും ചാടി വന്ന്. ഇതെല്ലാം കൂടെ ഇപ്പം എൻ്റെ മൊത്തം 27 പോയിസണസ് പൊട്ടറ്റോ ആയി. അത്ര മതിയായിരിക്കും. നമുക്ക് ഈ ലിസ്റ്റിലുള്ള മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ആർമറും വാളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഗൈസ് ഇവന് ഈ ഒരു പോയിസണസ് പൊട്ടറ്റോ വെച്ചിട്ട് എയിം ചെയ്യണമെന്ന്. ചെയ്ത് നോക്കണോ? ആകുന്നില്ല ഗൈസ്. എൻ്റെ പൊട്ടറ്റോ ഗൈസ് പോയിസൺ എഫക്റ്റ് തരും. എടാ എൻ്റെ പൊന്നു ഗൈസ്, ഇവനെ ടൈം ചെയ്യാൻ പറ്റും. പോയിസണസ് പൊട്ടറ്റോ തരും കേട്ടോ. ഇവനെ ടൈം ചെയ്യാൻ പറ്റും. ഒരുത്തരെണ്ണാലും ടൈം ചെയ്ത് കൈ പിടിച്ചേക്കാം, ആവശ്യം വരും. ഇവനെന്നാ ടൈം ചെയ്താലും ഉമ്മക്ക് നല്ല പവറുണ്ട്. എടാ എൻ്റെ പൊട്ടറ്റോ എല്ലാം തീർക്കും. അയ്യോ ടൈമായി. ഞാൻ ഓർത്ത് മൊത്തം തിന്ന് തീർക്കുമെന്ന്. 3 എണ്ണം വേണമല്ലേ ഇവന്മാർ ടൈം ആക്കാൻ. ഓക്കെ ഇതെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങേ മൂലയ്ക്ക് ഒരുത്തനും കൂടെ ഉണ്ട്. അവനെയും കൂടെ പോയി തീർത്തേക്കാം. ഓക്കെ ഇടിച്ച് കൊന്നു ഗൈസ്. എന്നെ പറഞ്ഞാൽ മതി. ഒരൊറ്റ ഹാർട്ട് കൊണ്ട് അവനെ കൊല്ലാൻ പോയത്. കാര്യമില്ല, എൻ്റെ പോരാളി അവനെ ഇടിക്കുന്നുണ്ട്. അവൻ കൊന്നോളും. ഓക്കെ കൊന്നെന്ന് തോന്നുന്നു. എൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങ് എടുക്കട്ടെ. ഇവൻ കൊള്ളാം കേട്ടോ, നല്ല സാധനം. എൻഡർ ഡ്രാഗനെ ബ്ലേസിനെയൊക്കെ കൊല്ലാൻ ഗുഹയിലൊക്കെ ഇറങ്ങാൻ സഹായിക്കും. ഓക്കെ എൻ്റെ ഫുഡെല്ലാം സ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വൈകാതെ തന്നെ ഒരു ഗുഹ കണ്ടുപിടിച്ചിറങ്ങണം. ഓക്കെ നമുക്ക് നമ്മുടെ മറ്റേ പൊട്ടറ്റോ ആർമറൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തേക്കാം. ഇത് പൊളിയാ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ പൊട്ടറ്റോ ആർമർ റെഡിയായി. വാള് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല, കാരണം നമുക്ക് നല്ലൊരു വാളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അയണ്ട പോരാ. ഓക്കെ നമ്മളിത് പൊട്ടറ്റോ ആർമർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഇതിട്ട് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിന് മുമ്പ് വന്നാലും ഇട്ടത് ഗൈസ്. ഇതന്നെയാണിത്. ഉരുളക്കിഴങ്ങ് തല കമത്തി വെച്ചിരിക്കുന്നു. ഇതന്നെ ഇത് പൊട്ടറ്റോ വെച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാകും. നമുക്ക് വാള് വെച്ച് ഉണ്ടാക്കാൻ ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒക്കെ ഫാർമിങ് ചെയ്ത്, കാരണം പോയിസൺസ് പൊട്ടറ്റോ അത്രയ്ക്ക് പോരായിരുന്നു. 2-3 എണ്ണം കൂടെ കൈവച്ചേക്കാം, ആവശ്യം വന്നാലോ. ഓക്കെ കുറച്ചുകൂടി ഫാർമിംഗ് ഒക്കെ ചെയ്ത് ഒരു 3 എണ്ണം കൂടെ കളക്ട് ചെയ്ത്. ഓക്കെ ഇനി നമുക്കൊരു കേവൊക്കെ തപ്പി കണ്ടുപിടിച്ച് ആ കേവിലോട്ട് ഇറങ്ങണം. ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യുക ഗൈസ്, എൻ്റെ കുറച്ചുകൂടി പോയിസണസ് പൊട്ടറ്റോ ഉണ്ടല്ലോ, ഞാൻ എന്നാൽ അയണിൻ്റെ ഒരു ഇതുണ്ടാക്കിയെടുക്കാം. ഓക്കെ ഗൈസ് വാളൊക്കെ സെറ്റ്. നമുക്ക് നേരെ കേവിങ്ങിന് പോയേക്കാം. ഓക്കെ നേരത്തെ കണ്ട ഗുഹയില്ലേ, അവിടെ തന്നെ ഇറങ്ങുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും 2 ഡയമണ്ട് കിട്ടിയാൽ മതി. ആ 2 ഡയമണ്ട് കിട്ടുവാണെങ്കിൽ എനിക്കൊരു വാളുണ്ടാക്കാൻ പറ്റും. ആ വാളും ഈ പോയിസണസ് പൊട്ടറ്റും കൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ ഞാൻ ദേ കേവിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അണ്ണനും വന്നിട്ടുണ്ട്. ചാടിയേക്കാം. വരുന്നുണ്ട്. കുറേ ടോർച്ച് വേണം. ടോർച്ചിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഓക്കെ ആവശ്യത്തിൻ്റെ ടോർച്ചൊക്കെ ആയി. നമുക്ക് നേരെ ചാടിയേക്കാം. ഓക്കെ ഇത് അത്രയ്ക്ക് വലിയ ഗുഹയാണോ എന്ന് ചോദിച്ചാൽ ആണ്. അങ്ങോട്ട് കുറച്ച് വഴിയൊക്കെ ഉണ്ട്. ഓക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. കുറച്ച് വഴിയൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം പറ്റുന്നത്ര ടൈം. ഗൈസ് സ്പൈഡർ ജോക്കി കണ്ടോ ഗൈസ്, നമ്മുടെ ആർമറിൻ്റെ പവറാണ്. അവന് ചുമ്മാ ഡാമേജ് കിട്ടിക്കോളും. നമ്മളിപ്പോൾ നിന്ന് കൊടുത്താൽ മാത്രം മതി, പോയിസൺ പിടിക്കും അവന്. ഓക്കെ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം.
ഇവിടെ വലിയ വഴി, ഇത് വലിയ ഗുഹയാ. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ഗൈസ്, നല്ല വലിയ ഗുഹയാ. ഡയമണ്ട്സ്, യെസ് ഗൈസ്, ഡയമണ്ട്സ് കിട്ടി തുടങ്ങി. നമുക്ക് അണ്ണൻ നമ്മളെ കവർ ചെയ്തോളും, നമുക്കിത് മൈൻഡ് എടുക്കാം. ഒരെണ്ണം ഉള്ളോടെ, അയ്യോ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ആർമറിൻ്റെ പവറും അണ്ണൻ്റെ പവറും രണ്ടും കാരണം നമ്മൾ സേവ് ആയിക്കോളും എങ്ങനെയും. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഉണക്ക വാളുകളെ സമയമായി. നമുക്കൊരു ഡയമണ്ടിൻ്റെ വാളുണ്ടാക്കിയെടുക്കാം. ഓക്കെ, ആദ്യം ഒരു ഡയമണ്ടിൻ്റെ വാള് എവിടെ? അല്ല ഗൈസ്, വടി വേണം. ഓക്കെ, ഒരു ഡയമണ്ട്. അയ്യോ അയ്യോ, അയണ്ട വാളുണ്ടാക്കിയേ. അത് സൈഡിൽ ഗൈസ്, അത് നമ്മുടെ അണ്ണന് കൊടുക്കാം, അണ്ണന് ഉപകാരപ്പെടും. ഇതിനകത്ത് ആ മേളിലല്ലേ, തുമ്പത്ത് കുത്തി വെച്ചാലേ വർക്കാകത്തുള്ളൂ ഗൈസ്. ഓക്കെ, അത് സെറ്റ്. ഈ വാള് അത് നമ്മുടെ അണ്ണന് കൊടുത്തേക്കാം, ആവശ്യം വരും. ഞാൻ അവിടെ കുറച്ചൊക്കെ അന്വേഷിച്ച് നോക്കി, വലിയ ഡയമണ്ട് ഒന്നും ഇല്ല. എന്തുവാണ്? ഓ, ലാവാപ്പൂള് നെതർ പോർട്ടലായി. അയ്യോ, എനിക്കിവിടെ നിന്ന് അറിഞ്ഞം പുറഞ്ഞും തല്ല് കിട്ടിക്കൊണ്ടിരിക്കുക. അണ്ണൻ, ആ അണ്ണൻ വടിയായി ഗൈസ്, അണ്ണൻ ചത്ത്. അണ്ണൻ, ഓക്കെ, അണ്ണൻ്റെ പൊട്ടറ്റോ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഭാഗ്യം, പോയിസണസ് പൊട്ടറ്റോ വേസ്റ്റ് ആയില്ല. അണ്ണൻ പോയാലും എനിക്ക് ആ പൊട്ടറ്റോ വേണം, അത് മസ്റ്റാ. ഓക്കെ, നമുക്ക് നെതർ പോർട്ടലുണ്ടാക്കി പെട്ടെന്ന് നെതറിക്ക് കയറിയേക്കാം, ഇവിടെ നിന്ന് സമയം കളയണ്ട. ഓക്കെ, നമ്മുടെ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. പക്ഷെ ഇത് കത്തിക്കാനുള്ള സാധനമില്ല, അതുകൊണ്ട് നമുക്ക് ഫ്ലിൻറ്റ് തപ്പണം. ഒരെണ്ണം കിട്ടിയാൽ മതി. നമുക്ക് ഫ്ലിൻറ്റ് സെറ്റ്, ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ സെറ്റ്. ഗൈസ്, കത്തിക്കാനുള്ള സാധനമായി ഇല്ലായി. നെതർ എങ്ങനെയായിരിക്കുമോ? ഓക്കെ ഗൈസ്, ഇനി തൊട്ടടുത്ത് തന്നെ ഒരു ഫോർട്രസ്സും കിട്ടി, അതുപോലെ മറ്റേ വാർപ്ഡ് ഫോറസ്റ്റും കിട്ടി. അവിടെയാണ് എൻഡർമാനും കാണുമല്ലോ, നമുക്ക് ആവശ്യത്തിന് ഓരോന്നൊക്കെ ആയി. ഇവിടെ മൂടിയേക്കാം വിതർ സ്കെൽട്ടൻ വരാതിരിക്കാനായിട്ട്. മുമ്പിൽ എനിക്ക് സ്പോണർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വാളുള്ള കാരണം കുഴപ്പമില്ലായിരിക്കും, പെട്ടെന്ന് ബ്ലേസിനെ കൊല്ലാൻ പറ്റും. ഇതേ റെസ്പോണായി. അത് തന്നില്ല ഗൈസ്. ആ, ഇവൻ തന്ന്. ഓ, ഒരെണ്ണം കിട്ടി. ഇപ്പുറത്തെ കൈ പിടിച്ചേക്കാം. ഓക്കെ, ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ വന്നിരുന്ന് എൻഡർമാനെയൊക്കെ ഉള്ളുക. ബ്ലേസും സെറ്റായി, എൻഡർപേളും സെറ്റായി. ഇത്ര മതിയായിരിക്കും. ഒക്കെ, നമുക്ക് ഞായി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി സ്ട്രോങ് ഹോൾഡും തപ്പി അങ്ങോട്ട് പോയാൽ മാത്രം മതി. ഇനി ഡ്രാഗനെ കൂടെ കൊല്ലുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ആഡ് ഓൺ ബീറ്റ് ചെയ്തു. അങ്ങോട്ടാണ് പോകേണ്ടത്. ഒരു മിനിറ്റ്, ഇതൊന്ന് കൈ വന്നോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ സ്ഥലമെത്തി. മിക്കവാറും ഈ വില്ലേജിൽ എവിടെയെങ്ങാണ്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വില്ലേജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഒന്ന് കുഴിച്ച് നോക്കാം ഗൈസ്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിക്കാൻ കിട്ടുമായിരിക്കും. നമുക്കിവിടെ കുഴിക്കാം. ഇവിടെ സ്ട്രോങ് ഹോൾഡ് ഇല്ല ഗൈസ്, ഞാൻ -25-ലെത്തി. ഡയമണ്ട്സ്, നിങ്ങൾക്ക് തെറ്റി ഗൈസ്. ഞാൻ സ്ട്രോങ് ഹോൾഡ് തപ്പി വന്നതല്ല, ഞാൻ ഈ ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്കറിയാമായിരുന്നു ഇവിടെ ആയിട്ടൊരു ഡയമണ്ട് ഉണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അവസാനം ഞാൻ സ്ട്രോങ് ഹോൾഡിലെത്തി. നമുക്കിനി ആ ഒരു പോർട്ടൽ, പോർട്ടൽ റൂം, ഒരു മിനിറ്റ് ഒന്ന് പൊട്ടിച്ചോട്ടെ. ഗൈസ്, ഈ ആഡ് ഓൺ ബീറ്റ് ചെയ്യാനുള്ള സമയമായി. അത് ഒന്ന് കത്തിച്ചോട്ടെ. ആ, ഓക്കെ, സെറ്റ്.
ഓക്കെ കിട്ടിയ 3 ഡയമണ്ട് കൊണ്ട് ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കി എടുത്തേക്കാം. വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും എടുത്തേക്കാം. ഓക്കെ നമ്മൾ ഇവിടെ സെറ്റാണ്. വാട്ടർ ബക്കറ്റ് എല്ലാം ഉണ്ട്. ഓക്കെ അമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചാടി. ഓക്കെ സ്റ്റാൻഡിലെത്തി. ഇനി ഡ്രാഗനെ കൊന്നാൽ മാത്രം മതി. അതൊന്ന് വലിഞ്ഞ് കയറിക്കോട്ടെ. ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പില്ലറൊക്കെ ഒന്ന് പൊട്ടിക്കണം. പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കൊല്ലണം. ഓക്കെ വലിഞ്ഞ് കയറിക്കോ. ഓക്കെ ഇനി ഇവനെ കൊന്നാൽ മാത്രം മതി. ഓക്കെ ഇത് തീരാറായി. അയ്യോ പറന്നുപോയി, ജസ്റ്റ് മിസ് ആയി. ഒന്നുകൂടെ വരട്ടെ. ഓക്കെ ആളെത്തി. ഇപ്പം തീരും. തീർന്നു ഗൈസ്, തോപ്പിച്ച്. യെസ് നമ്മൾ ഗെയിം ബീറ്റ് ചെയ്തു. നമ്മൾ പോയിസണസ് പൊട്ടറ്റോ അപ്ഡേറ്റിൻ്റെ ആഡ് ഓൺ ബെഡ്റോക്ക് എഡിഷനെ ബീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഓക്കെ സെറ്റ് എക്സ് പി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ ഗെയിം ഇത് എൻ്റെ ആയിരിക്കുന്നു. ഞാൻ പോണ്.